ഞങ്ങളുടെ ഭരണമാണ് വരുന്നത് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ നടത്തിത്തരുമെന്നൊക്കെ പറഞ്ഞ് വാഗ്ദാനം നൽകിയത് പാഴ്വാക്കാവും എന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഞാൻ പാലക്കാട് നിന്ന് വരുന്നു. പാലക്കാട് LPST റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥിയാണ്. നിലവിൽ 5 ജില്ലകളിൽ 1ാം റാങ്കുകാരന് പോലും 2ാം വർഷം കടന്നിട്ടും ജോലിയില്ലാത്തതിൻ്റെ പശ്ചാത്തലത്തിലും ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയും കൂടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ സമരം ഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് 2ാമത്തെ ദിവസമാണ്. ഉപ്പുകല്ലിൽ നിന്നുകൊണ്ട് പ്രതിഷേധിക്കേണ്ട ഒരു അവസ്ഥ പരീക്ഷ എഴുതുമ്പോൾ ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇങ്ങനെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ സമരത്തിലേക്ക് എത്തിപ്പെടുമെന്നോ അല്ലെങ്കിൽ ഇത്രയേറെ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരുമെന്നോ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇതുപോലൊരു സമരം നടത്തേണ്ട ഒരു ഗതികേടിലേക്ക് ഞങ്ങൾ എത്തിപ്പെട്ടു. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പ്രതിസന്ധികൾ, നമ്മുടെ കാര്യങ്ങളെല്ലാം സർക്കാരിന് മുന്നിൽ അറിയിച്ചെങ്കിലും അതിനും യാതൊരു സൊല്യൂഷനും ഇല്ലാത്തതിൻ്റെ പേരിലാണ് നമ്മൾ ആ സർക്കാരിൻ്റെ കാലഘട്ടത്തിലും സമരത്തിലേക്ക് പ്രവേശിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. തുടർന്ന് അന്ന് പ്രതിപക്ഷത്ത് ഇരുന്ന ഒരുപാട് ആളുകൾ ഇന്ന് ഭരണപക്ഷത്ത് അധികാരം ഏറ്റിരിക്കുകയാണ്. അന്ന് നമ്മുടെ സമരവേദിയിലെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഞങ്ങൾ എന്തിനും കൂടെ ഉണ്ടാകും, ഞങ്ങളുടെ ഭരണമാണ് വരുന്നത് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ നടത്തിത്തരുമെന്നൊക്കെ പറഞ്ഞ് വാഗ്ദാനം നൽകിയത് പാഴ്വാക്കാവും എന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പുതിയ സർക്കാർ അധികാരമേറ്റപ്പോൾ ഞങ്ങൾ വളരെ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് നോക്കിക്കണ്ടത്. എങ്കിലും ഇപ്പോൾ വളരെ നിരാശാജനകമായിട്ടുള്ള ഒരു സമീപനമാണ് അവരുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്കുണ്ടായിട്ടുള്ളത്. ഒരുപാട് തവണ നമ്മൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലും അതുപോലെ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയെയും ഓരോ ജില്ലയിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന കോർഡിനേഷനുള്ള അംഗങ്ങളും എല്ലാം നമ്മുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയും അതേപോലെ MLA-മാരെ കാണുകയും CM-നെ കാണുകയൊക്കെ ഉണ്ടായി. പക്ഷേ നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല. നമുക്ക് നിലവിലുള്ള പ്രശ്നം ഈ ഒരു ഉദ്യോഗാർത്ഥി പോലും കയറി പോവാത്തത് ഡിവിഷൻ ഫോള് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കൊണ്ടാണ്. കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് ഒരുപാട് അധ്യാപന രംഗത്ത് പ്രവേശിക്കുന്ന ഉദ്യോഗാർത്ഥികളെ വെല്ലുവിളിക്കുന്ന ഒരു കാര്യമാണ്. ഡിവിഷൻ ഫോള് മൂലം പുറത്തു പോകുന്ന അധ്യാപകരെയാണ് നിലവിലെ റിട്ടയർമെൻറ്റ് വേക്കൻസികളിലും മറ്റ് ഫ്രഷ് വേക്കൻസികളിലും നിയോഗിക്കുന്നത്. അതിനെ തുടർന്ന് നമ്മൾ പുറത്ത് നിൽക്കേണ്ട സാഹചര്യം തന്നെയാണുള്ളത്. ഈ റിട്ടയർമെൻറ്റിൻ്റെ 3-4 ഇരട്ടി ആളുകൾ കൊഴിഞ്ഞുപോക്ക് മൂലം, കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് മൂലം പുറത്തു പോകേണ്ട സാഹചര്യം ഉണ്ടാവുകയും അവരെ താൽക്കാലികമായി മറ്റെവിടെയെങ്കിലുമൊക്കെ വിന്യസിക്കുകയൊക്കെ ചെയ്യേണ്ടി വരുന്നു. തുടർന്ന് വീണ്ടും അടുത്ത ഒഴിവുകൾ വരുന്ന മുറയ്ക്ക് വീണ്ടും അതിലോട്ടെടുത്ത് അവരെ പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ പരീക്ഷ എഴുതി പുറത്ത് നിൽക്കുന്ന ഉദ്യോഗാർത്ഥി ഒരു നോക്കുകുത്തിയെ പോലെ ഇതെല്ലാം കണ്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാത്തൊരു വിഷമ അവസ്ഥയിലോട്ട് കടക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത എന്ത് റാങ്ക് വാങ്ങണം എന്നുള്ള ഒരു ചോദ്യം കൂടെ നമ്മുടെ മുന്നിലൊക്കെ ഉണ്ട്. 1ാം റാങ്കിന് മുകളിലൊരു റാങ്ക് ഇല്ല എന്നുള്ളൊരു സത്യാവസ്ഥയും കൂടെ ഉള്ള സ്ഥിതിക്ക് ഈ 1ാം റാങ്കുകാരന് എങ്ങനെ ജോലി കൊടുക്കും? 1ാം റാങ്കിന് ജോലി ഇല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ അവസ്ഥ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മനസ്സിലൂടെ പാഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു മറുപടി അല്ലെങ്കിൽ ഇതിനെ പ്രശ്നം പരിഗണിച്ച് അതിന് വേണ്ട നടപടി സൊല്യൂഷനൊക്കെ ചെയ്യേണ്ടത് ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പും അതുപോലെ സർക്കാരുമാണ്. എന്നാൽ നാളെ ഇതുവരെ നമ്മൾ ഇതിൻ്റെ പുറകെ നടക്കുന്നുണ്ടെങ്കിലും നമ്മളെ ഗൗനിച്ചതായിട്ടോ നമ്മുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതായിട്ടോ നമുക്ക് തോന്നിയിട്ടില്ല. തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സമരത്തിലേക്ക് വീണ്ടും ഇറങ്ങിയത് എന്നുള്ള കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ സർക്കാരിൽ നിന്ന് വളരെ പ്രതീക്ഷയോടെ നമ്മൾ കാണുന്നു. നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത്. നിലവിൽ 30 കുട്ടികൾക്ക് ഒരു അധ്യാപിക എന്നുള്ള രീതിയിൽ 1:30 എന്നുള്ള അനുപാതം കുറച്ചുകൊണ്ട് 1:25 എന്നൊരു അനുപാതത്തിലേക്കാക്കിയാൽ പുറത്തു പോകുന്ന അധ്യാപകരുടെ എണ്ണം ഗണ്യമായി കുറയുകയും നിലവിലെ റിട്ടയർമെൻറ്റ് ഒഴിവുകളിലേക്ക് നമ്മൾക്ക് നിയമനം ലഭിക്കുകയും ചെയ്യും. നിയമനം സുതാര്യമായി നടക്കും എന്നുള്ള എന്നീ കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് സർക്കാരിനെ സമീപിച്ചത്. നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എയ്ഡഡ് നിയമനങ്ങൾ മാനേജ്മെൻറ്റ് കോഴ വാങ്ങിച്ച് ഒരുപാട് നിയമനങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഈ ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പറയുമ്പോൾ
ഈ ഒരു നിയമനങ്ങളൊക്കെ എങ്ങനെ സാധ്യമാകുന്നു? എന്തുകൊണ്ടാണ് PSC ഉദ്യോഗാർത്ഥികളെ മാത്രം പരിഹാസപാത്രങ്ങളാക്കിക്കൊണ്ട് ഇങ്ങനൊരു സമീപനം കൈക്കൊള്ളുന്നത് എന്നുള്ളൊരു ആശങ്ക കൂടെ നമുക്കുണ്ട്. കൃത്യമായ നിയമനങ്ങൾ കൃത്യമായ സമയങ്ങളിൽ നടത്തിക്കൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ നൽകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ സമരം തുടരുകയാണ്. ഓരോ ദിവസവും സർക്കാർ അത് ശ്രദ്ധിക്കുകയും അതിൽ വേണ്ട നടപടി സ്വീകരിക്കാനായി നമ്മളെ വിളിക്കുമെന്നും പ്രത്യാശയോടുകൂടിയാണ് നമ്മൾ സമരം ഇവിടെ തുടരുന്നത്. ഇന്നും നമുക്ക് ഇതിന് യാതൊരുവിധ ഫീഡ്ബാക്കും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നാളെ ഇതിലും കൂടുതൽ സ്ട്രെങ്തോടുകൂടി 2000-ലധികം ഉദ്യോഗാർത്ഥികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സമരം വീണ്ടും ശക്തിപ്പെടുത്താനാണ് തീരുമാനം.